25, 33, 25, 33, 33 ഇല്ല. 25, 44, 21, 44 ഇല്ല. 25, 56, 56, 56, 56. ഇതൊന്നും അടിക്കണില്ലല്ലോ. ഇത് എന്താണ് സർക്കാരിനോട്ടൊന്നും ശരിയല്ല. ആക്ക് പ്രാന്തല്ലേ? ആക്ക് പ്രാന്തപ്പോ. 25, 33, എടാ മോനെ, എന്താ പനിക്കാ ഇവിടെ വന്നിക്ക ഞാനാകെ ബേജാറായിരിക്കാന്ന്. ഇതെന്താ ഒരു പേപ്പറൊക്കെ പാച്ച് കേസ് കൊടുത്തിട്ട് കോടതിന്ന് വന്നാണിത്. കോടതിന്നാ? ആ, ഇത് മറ്റേ മൈ ടി വിന്നല്ലേ? ഇത് സംഗതി കോടതിയൊക്കെ തന്നെ. പക്ഷെ അതിൽ വലിയ കാര്യമില്ല. അത് കടിച്ചാ വിഷല്ല. അപ്പൊ അനക്കും വന്നിട്ടുണ്ട്? എനിക്കും വന്നിട്ടുണ്ട്. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. കൂട്ടിനൊരാളായല്ലോ, സമാധാനത്തിൽ ഇരിക്കാലോ. അല്ലടോ മണിയെ, കായ്ക്ക് വല്ല ചെലവുണ്ടാവോ? എന്റെ മാൻക, നിങ്ങൾ ഓരോരോ വിടക്ക് ചെയ്തിട്ടേ നാട്ടുകാരൊക്കെ ചീത്ത കേൾക്കുമ്പോ പറയും കായ്ക്കല് വലിയല്ലോ എന്ന്. നിങ്ങളൊരു പണി ഈ കുറച്ച് കായലവാക്കിയിട്ടേ കുറച്ച് നല്ല കാര്യം ചെയ്തോളി. നിങ്ങൾ കുറെ കാലമായി ഈ കൊടയും നോക്കിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങക്കൊരു പുരോഗതി ഇല്ലട്ടാ മാൻക. എന്റെ ഈ വർത്താനം കേൾക്കുമ്പോൾ വിചാരിക്കും മുസാഫിന്റെ പറയും എടാ പഹയ അന്നിട്ട് കൂടി അന്ന് മുതൽ ഞാൻ എന്റെ നേരം ഉറപ്പാക്കി. ഇനിയിപ്പോ വരുന്നോടത്ത് വരട്ടെ, അതേപ്പോ ചെയ്യാൻ പറ്റുള്ളൂ. മൈ ടി വി എങ്കിൽ മൈ ടി വി. മൈ ടി വി അവതരിപ്പിക്കുന്ന എളുപ്പമല്ല ഈ ജീവിതം എന്ന പ്രോഗ്രാമിൽ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പരിപാടിയിലേക്ക് നിയമസഹായം നൽകുവാനായി ഇവിടെ എത്തിയ മാന്യ പാനൽ അംഗങ്ങളെ പരിചയപ്പെടാം. ജുഡീഷ്യൽ മെമ്പർ ബഹുമാനപ്പെട്ട ജഡ്ജ് അരവിന്ദാക്ഷൻ സർ, അഡ്വക്കേറ്റ് മെമ്പർ അലക്സാണ്ടർ സർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ജമാൽ പള്ളിപ്പുറം സർ, ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാതിക്കാരിയായി എത്തിയിരിക്കുന്നത് കുറ്റിപ്പുറത്ത് നിന്ന് സുഹറയും ഭർത്താവുമായനും സുഹൃത്ത് മണിയുമാണ്. ഇവർക്കും സ്വാഗതം. എന്താണ് സുഹറയുടെ പരാതി? ഞാൻ കുടുംബം നോക്കൂല, പെണ്ണും കെട്ടി ഇങ്ങനെ നടക്കന്നെ. എനിക്കും എന്റെ കുട്ടികൾക്കും ചെലവിന് തരുന്നില്ല. അതന്നെ നമ്മളെ പരാതി. പച്ച കള്ളാണ് ഈ പാച്ചി പറയുന്നത്. ഇവരെ സ്ഥിരം പരിപാടി തന്നെയാണ്. കുടുംബത്തിൽ വല്ല കുഴപ്പമുണ്ടാക്കുക, എന്നിട്ട് ഇതേപോലത്തെ സദസ്സിൽ വന്നിട്ട് നമ്മളാണ്ട് ഇരുത്തും. എന്നിട്ട് ഇവിടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. ഇവരെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്മീഷൻ, ഈ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, നമുക്കെന്ത് കമ്മീഷനാണുള്ളത്? എപ്പോഴെങ്കിലും ഒക്കെ ഒരു പറമ്പ് ഇറ്റാ കിട്ടുന്ന ഒരു കമ്മീഷൻ അത്രേ ഉള്ളൂ. അതുള്ളൂ. ഇവരെ അഹങ്കാരാണിത്. മൈൻ, സൂറയുടെ പരാതിയിൽ താങ്കൾ നിരന്തരം ഉപദ്രവിച്ചതായി പറയുന്നുണ്ടല്ലോ. ആര് പറയുന്നു? ഓള് പറയുന്നല്ലേ. ഓള് ഇന്നയാണ് കാട്ടുന്നത്. സാറിന്റെ വില വന്നില്ലല്ലോ. ഓള് ഇന്നയാണ് എന്നെയാണ് കാട്ടുന്നത്. അല്ലേ പോലെ എന്താടോ? അത് സാറേ, മാൻക സ്ഥിരമായിട്ട് സൂറാത്താനെ ഉപദ്രവിക്കുന്നുണ്ട്. അല്ല, സൂറാത്താനെ മാൻക സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. എങ്ങനത്തെ ഉപദ്രവം? അടുക്കളയിൽ വല്ല കുയിപ്പക്കടോ ചട്ടിയും അമ്മിക്കല്ലോ ഒക്കെ ഒക്കെയാണ് ഈ എറിയണത് പാച്ചി. എന്നിട്ട് രാത്രി ആ പെരയെ പോവാ പേടിയാണ് ഒറ്റയ്ക്ക്. എന്നിട്ട് ഈ മണി ഉണ്ടാവും, ഒരു ബംഗാളി ഉണ്ടാവും. എന്തിനാ ഏറ് തടുക്ക? ഇത് കണ്ട ഓള് എറിഞ്ഞാണ്. കണ്ടില്ലേ? എന്റെ ഊരക്കും ചവിട്ടിയിട്ടുണ്ട്, അതിന്റെ പടുപ്പളും ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമ്മളും കാണിച്ചു തരാം. അല്ല മാൻക, ഇനി സൂറാത്ത പിന്നെ കാണിച്ചു കൊടുക്കോ കോടതിക്ക്? പിന്നെ കാണിച്ചു കൊടുത്ത ഈ പരിപാടിയുടെ പേരാണ്ട് മാറ്റി. മൈന് കൂടുതലായിട്ട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? എനിക്ക് കൂടുതലായിട്ട് ഇനിയിപ്പോ വർത്താനം പറയാനൊന്നുമില്ല. എനിക്ക് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, പമ്പേഴ്സ്, ആ സാധനം തന്നാൽ എനിക്ക് യാത് ഇവരായിട്ട് യോജിച്ചുകൊണ്ട് ഒരു പരിപാടി നടക്കൂല. അതന്നെ ഡൈവേഴ്സ്. മൂപ്പർക്ക് ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞമ്മക്കും തന്നാളി. ഒന്നോൾക്കും കൊടുത്താൽ ഒരു കുഴപ്പമില്ല, ഒന്നോൾക്കും ഒന്നിരിക്കും. കഴിഞ്ഞല്ലോ, പ്രശ്നം കഴിഞ്ഞല്ലോ. മായനെയും സൂറയെയും വിളിച്ചു ചേർത്തിട്ടുള്ളത് രണ്ടുപേരെയും പിരിക്കുന്നതിന് വേണ്ടിയിട്ടില്ല, രണ്ടുപേരെയും ഒരുമിപ്പിച്ചുകൊണ്ട് നല്ല കുടുംബമായി, മാതൃകാ കുടുംബമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. സൂറ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോകണം. 9 പ്രാവശ്യം നമ്മളെ പരിക്ക് തെറ്റിപ്പോയത്. ആ 9 പ്രാവശ്യം പള്ളിക്കാരും നാട്ടുകാരും കൂടിയാണ് നമ്മളെ വീണ്ടും ലോകത്തിലാക്കിയത്. അതിൽ 9 കുട്ടികളുണ്ട്. ഇനി കോടതിയും കൂടെ നമ്മൾ ലോകത്തിലാക്കിയാണ്ട് 10ാമതൊന്ന് വെയ്യ മതിയായി. സുഹറാക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ട് എങ്കിൽ ആ കാര്യത്തിൽ കോടതി ഇടപെട്ടുകൊണ്ട് തടയാൻ സാധിക്കും. പിന്നെ നട്ടപ്പതിനൊക്കെ കോടതിന്റെ കൂടെ വന്ന് എടുക്കാൻ പോകും. മായനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയോട് പറയാം. അതെ, കോടതി വേണ്ടാത്ത ഉറപ്പൊന്നും കൊടുക്കാൻ നിൽക്കാം. പ്രത്യേകിച്ച് മാൻകാടെ അല്ലേ സൂറാത്ത? സുഹറ ഡൈവേഴ്സിൽ ഉറച്ചിരിക്കുകയാണോ? നമ്മൾ അധികം ഉറച്ചിക്ക് തന്നെയാണ്. എല്ലാത്തിനും ഈ കാരണം ചുയിപ്പുമണിയാണ്. സുഹറയുടെ പരാതിയിൽ മണിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നുണ്ട്. എന്താ മണിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനിപ്പോ എന്ത് പറയാനാണ്? മാൻക എന്നെ വിളിക്കുമ്പോ ഞാൻ കൂടെ പോവും. അതിപ്പോ തല്ലാനാണെങ്കിൽ തല്ലാന്, കൊല്ലാനാണെങ്കിൽ കൊല്ലാന്, അത്രേ ഉള്ളൂ.
മായനും സുഹ്രയും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സുഹ്രാക്കും കുട്ടിക്കും ചെലവിന് കൊടുക്കേണ്ടി വരും. അത് നല്ല കാര്യമാണ്. ഓൾക്ക് എന്ത് കിട്ടുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ കൊടുക്കാം? എന്റെ മായക്കാൻ ഇത് എന്താ കിട്ടാ കൊടുക്കണമെന്നാ പറയുന്നത് കോടതി. അല്ല പിന്നെ ഞാൻ ചോദിച്ചു. അല്ല കോടതി ഇപ്പോൾ ഓൾക്ക് ചെലവിന് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. തന്റെ ഭാര്യക്കും കുട്ടിക്കും പിന്നെ കോടതി ചെലവിൽ കൊടുക്കോ? അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? സുഹ്റാക്ക് 1000, കുട്ടിക്ക് 1000. അപ്പൊ 2000 ആണല്ലേ? അങ്ങനെ പാച്ച് തലേന്നാണ്ട് പോകും. അതിന് അപ്പൊ തന്നെ തരാം. എന്തായി കാണിക്കുന്നത്? കോടതി അപേക്ഷ ഫൈൻ കൊടുക്കേണ്ടി വരും. ഞാൻ പോക്കറ്റിന് കായെടുത്തല്ലേ? അല്ല ഫൈൻ ഇപ്പൊ എത്ര വരും? 500 രൂപ വരും. അപ്പൊ മൊത്തം 2500. അതിനൊരു 3000 കായ് 10 പോക്കറ്റിലാണ്. മായനവിടെ ഇരിക്കൂ. മായന് കാര്യങ്ങൾ വ്യക്തമായില്ലാന്ന് തോന്നുന്നു. മായന് എത്ര കുട്ടികളാ? 9 കണ്ടില്ലേ സാറേ, മൂപ്പരിക്ക് എത്ര കുട്ടികളുണ്ടെന്ന് പോലും അറിയില്ല. അല്ല ആര് സാറേ മായക്കാക്ക് ബേജാറായിട്ടാണ്. അതാണ് അതിപ്പോ എപ്പോഴും എന്നും എണ്ണി നോക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. 9 കുട്ടികൾ. ഒരു കുട്ടിക്ക് 1000 രൂപ വെച്ചും സുഹ്റാക്ക് 1000 രൂപ വെച്ചും 10000 രൂപ മാസം ചെലവിന് കൊടുക്കണം. 10,000 നമുക്ക് ചെല്ല പറഞ്ഞു ഒരു ഉപ്പയുടെ ചെലവില്ലാന്ന്. ഞാനെന്ത് ചെയ്യാനാണ്? നിങ്ങളെ മക്കളാണ് കഴിച്ചത്. 9 മക്കളില്ലേ? എന്താ ചെയ്യുക? അത് നിങ്ങളെ പറഞ്ഞോളി. ആ സുഹൃത്താനെ കണ്ട് യൂട്യൂബിൽ കളിച്ചാൽ ഈ പാച്ചിലേക്ക് അതായത് നടക്കുമല്ലോ. ഈ പൈസ കൊടുക്കുന്നില്ല. അതിനിപ്പോ നടക്കുള്ളൂ. 10,000 എവിടെ കൊടുക്കാനോ? അത് 10,000 അല്ല 50,000 ഞാൻ കൊടുക്കും. പക്ഷെ എന്റെ സൂര്യന്റെ കൂടെ വേണം. ഓളെന്റെ കൂടെ പറഞ്ഞേക്കോ? സുഹ്റ, മായനുമായുള്ള നിങ്ങളുടെ പ്രശ്നം എന്താണ്? എല്ലാം ശരിയാണ് സാറേ. മൂപ്പരോട് പറയണം. പെണ്ണും കെട്ടി ഉള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഫോണും ചെയ്ത് നടക്കാണ്ട് ഇനി എൻ്റെ കുട്ടികളെ നല്ല പോലെ നോക്കാൻ. ഇതാണ് കോടതിക്ക് ആവശ്യം. ഇതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. മായൻ ഭാര്യയും മക്കളും നോക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഇത്തരം വിഷയങ്ങളുമായി ഇനി കോടതിയിൽ കയറി ഇറങ്ങാതെ നോക്കണം. എന്താ മോളെ പേര്? ശരണ്യ. ശരണ്യ എന്നല്ലേ? കല്യാണം കഴിച്ചിക്കണ? ഇല്ല. ഇല്ലേ? അതിന് 50 തരുമോ?